നമസ്കാരം. പൊതുജന മധ്യത്തിൽ ഇത്തരമൊരു അപമാനം കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസ് MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിനെത്തിയ ബിന്ദു കൃഷ്ണയെ പരസ്യമായി ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചതാണ് ചെറിയാൻ ഫിലിപ്പിന് വിനയായത്. എല്ലാവർക്കും കൈ കൊടുത്തു നീങ്ങിയ ബിന്ദു കൃഷ്ണയുടെ അടുത്തെത്തിയ ചെറിയാൻ ഫിലിപ്പ് ആലിംഗനത്തിനാണ് ശ്രമിച്ചത്. എന്നാൽ ബിന്ദു കൃഷ്ണ ആ ശ്രമം ചെറുത്തു. മടങ്ങിപ്പോകുന്നതിന് പകരം വീണ്ടും കെട്ടിപ്പിടിക്കാൻ ചെറിയാൻ ഫിലിപ്പ് ശ്രമിച്ചതോടെ ബലം പ്രയോഗിച്ചാണ് ആ ശ്രമം ബിന്ദു കൃഷ്ണ തടഞ്ഞത്. ചാനൽ ക്യാമറകൾക്ക് മുൻപിലായിരുന്നു ഈ ദൃശ്യങ്ങൾ നടന്നത് എന്നതിനാൽ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയും വാർത്തയാക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയകളിലും ഈ ദൃശ്യങ്ങൾ വൈറലായി. ചമ്മിയ ചെറിയാൻ ഫിലിപ്പിന്റെ മുഖം വീണ്ടും വീണ്ടും ദൃശ്യങ്ങളിൽ തെളിയുകയും ചെയ്തു. ഇതോടെ ചെറിയാൻ ഫിലിപ്പിനെതിരെ വിമർശനം ശക്തമായി. പൊതുവിടങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ പാലിക്കേണ്ട മര്യാദ ചെറിയാൻ ഫിലിപ്പ് പാലിച്ചില്ലെന്നാണ് ആക്ഷേപമുയർന്നത്. കോൺഗ്രസിലെ വനിതകളെ കുറിച്ചുള്ള ചെറിയാന്റെ മോശം പ്രസ്താവന മുൻപും വിവാദമായിരുന്നു. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തെത്തിയപ്പോഴായിരുന്നു ചെറിയാന്റെ വിവാദമായ ഈ FB പോസ്റ്റ്. രഹസ്യമായി സാരി അഴിക്കുന്ന സ്ത്രീകൾക്കെല്ലാം കോൺഗ്രസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നായിരുന്നു ചെറിയാൻ FB പോസ്റ്റിൽ പറഞ്ഞത്. ഇത് അന്ന് കേരളത്തിൽ വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ചെറിയാന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതികരിച്ച് ആദ്യം രംഗത്തെത്തിയതും കോൺഗ്രസിൽ നിന്നുള്ള ഈ ബിന്ദു കൃഷ്ണ അടക്കമുള്ളവർ തന്നെയായിരുന്നു. അന്ന് പക്ഷേ പിണറായി വിജയൻ ചെറിയാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. ചെറിയാൻ പറഞ്ഞത് സ്ത്രീകൾക്കെതിരായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ സംസ്കാരത്തെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് എന്നാണ് പിണറായി അന്ന് പറഞ്ഞത്. എന്നാൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ചെറിയാന്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരുന്നു. അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് VS അന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കോൺഗ്രസിൽ തിരിച്ചെത്തിയപ്പോൾ പരസ്യമായി ബിന്ദു കൃഷ്ണയെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച് ചെറിയാൻ വിവാദത്തിൽ അകപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് വനിതകളെ ഏത് കണ്ണോടെയാണ് ചെറിയാൻ കാണുന്നതെന്ന് ഈ സംഭവത്തോടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്നാണ് ചെറിയാനെതിരായുള്ള കുറ്റപ്പെടുത്തൽ. എന്തായാലും ചെറിയാൻ ഈ സംഭവത്തോടെ വെട്ടിലായിരിക്കുകയാണ്.